ഇന്നത്തെ ക്ലാസ്സിൽ സിംഗിൾ ചെയിൻ വിത്ത് നമ്മൾ സർദോസിയാണ് ചെയ്യുന്നത്. സിംഗിൾ ചെയിനിൽ സർദോസി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ നീഡിലിൽ സർദോസി ഇതുപോലെ കയറ്റി കൊടുക്കും. അതിന് ശേഷം നമ്മൾ ഓരോ സർദോസിയായിട്ട് ഇതുപോലെ ഓരോ സർദോസിയായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരെണ്ണമാണ് ഇടേണ്ടത്. ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മളിവിടെ ഒരു ചെയിൻ എടുക്കണം. ചെയിൻ എടുത്ത് നമ്മൾ ഇച്ചിരി ലൂസാക്കി വേണം എടുക്കാൻ. ചെയിൻ എടുത്തു. അതിന് ശേഷം നമുക്ക് അടുത്ത സർദോസി ഇട്ട് കൊടുക്കാം. ഇതുപോലെ അടുത്ത സർദോസി ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്ത് അടുത്ത ചെയിൻ എടുക്കുക. ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ചെയിൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ടൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് കൂടെ നമുക്ക് കയറി വരാൻ പാടാണ്. ഇതുവഴി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലൂസ് ചെയ്താൽ നമുക്കിത് ടൈറ്റ് ചെയ്യാം. ഇതുപോലെ കണ്ടോ, ഇതുപോലെ ടൈറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ലൈൻസ് ഫുള്ള് സർദോസി ചെയ്യാം. സ്റ്റെം ചെയ്യുന്നത് നമ്മൾ സർദോസി വെച്ചിട്ടാണ്. അപ്പൊ അതിന് വേണ്ടി ഞാൻ കുറച്ച് സർദോസി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ആണ് ചെയ്യാൻ പോകുന്ന സർദോസി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയിൻ എടുക്കാം. ചെയിൻ എടുത്തതിന് ഒരു സർദോസി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനുശേഷം നമുക്കൊരു ചെയിൻ എടുക്കാം. നമ്മൾ അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ബാക്കിലോട്ട് ഇതുപോലെ ബാക്കിലോട്ട് പോയി അതിന്റെ സെന്ററിൽ വെച്ച് ഒരു സ്റ്റിച്ച് എടുക്കാം. സെന്ററിൽ വെച്ച് ഒരു സ്റ്റിച്ച് എടുത്തു. അതിന് ശേഷം നമ്മൾ അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടു. ലോക്ക് സ്റ്റിച്ച് എടുക്കുക. ലോക്ക് സ്റ്റിച്ച് ഇട്ടു. അതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് സർദോസി ഇട്ട് കൊടുക്കാം. അങ്ങനെ സർദോസി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫ്രണ്ടിലോട്ട് വരിക. ഫ്രണ്ടിൽ വന്നതിന് ശേഷം അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. പിന്നെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. ഇതില്ലേ ആദ്യം ചെയ്ത ഇതിന്റെ എൻഡ് ഭാഗം ഇവിടത്തേക്ക് നേരെ വീണ്ടും ബാക്കിലോട്ട് കൊണ്ടുവരിക. ബാക്കിലോട്ട് കൊണ്ടുവന്ന് വീണ്ടും അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് എടുക്കാം. ചെയിൻ സ്റ്റിച്ച് എടുത്ത് വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് അടുത്ത സർദോസി ഇട്ട് കൊടുക്കാം. അടുത്ത സർദോസി ഇട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് വരിക. ഫ്രണ്ടിലോട്ട് വന്നപ്പോ ഇതുപോലെ കയറ് പിരിയുന്ന പോലെ വരും. കയറ് പിരിയുന്ന പോലെ വന്ന് അടുത്ത അവിടെ നമ്മൾ വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച് ഇടും. ലോക്ക് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ബാക്കിലോട്ട് പോകണം. വീണ്ടും ബാക്കിലോട്ട് പോവാം. ബാക്കിലോട്ട് പോയതിന് ശേഷം വീണ്ടും നമ്മൾ തുടങ്ങിയ ഇവിടെ തന്നെ സ്റ്റിച്ച് കൊടുക്കാം. വീണ്ടും അവിടെ ലോക്ക് സ്റ്റിച്ച് ഇടുക. അവിടെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് വീണ്ടും നമ്മൾ അടുത്ത സർദോസി ഇട്ട് കൊടുക്കാം. സർദോസി ഇട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് വരും. ഇതുപോലെ കയറ് പിരിഞ്ഞ പോലെ വേണം വരാൻ. ഹായ് ഓൾ, നമ്മൾ ഇന്ന്
സർദോസി വെച്ചിട്ട് ഒരു ലീഫ് സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സർദോസി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നീഡിലിൽ സർദോസി ഇട്ടിട്ടുണ്ട്. നമ്മൾ മെഷീൻ ത്രെഡ് വെച്ചിട്ടാണ് ഈ സർദോസിയുടെ വർക്ക് ചെയ്യുന്നത്, ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക. ചെയിൻ ഇട്ട് അതിലോട്ട് നമ്മുടെ സർദോസിനെ ഇട്ട് കൊടുക്കുക. സർദോസി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക, സ്റ്റിച്ച് കൊടുക്കുക, ചെയിൻ എടുക്കുക. അതിന് ശേഷം അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് നേരെ ബാക്ക് റിവേഴ്സ് വരിക. ജസ്റ്റ് താഴെയായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇനി ചേർത്ത് വേണം കൊടുക്കാൻ. ജസ്റ്റ് താഴെയായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു. ആ സ്റ്റിച്ചിൻ്റെ അവിടെ തന്നെ നമ്മളൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നു. ലോക്ക് സ്റ്റിച്ച് കൊടുത്തു നേരെ ബാക്ക് റിവേഴ്സ് ആണ് വരേണ്ടത്. അപ്പോൾ നമ്മളൊരു സർദോസി ഇട്ടിട്ട് ബാക്ക് റിവേഴ്സ് വരുന്നു. ഒരു സർദോസി ഇട്ട് റിവേഴ്സ് വരികയാണ്. അതുപോലെ റിവേഴ്സ് വന്ന് ഫ്രണ്ടിലായിട്ടൊരു ചെയിൻ സ്റ്റിച്ച് ഇടുന്നു. ചെയിൻ സ്റ്റിച്ച് ഇട്ട് അവിടെ തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇടുന്നു. ലോക്ക് സ്റ്റിച്ച് ഇട്ട് വീണ്ടും ഇങ്ങോട്ട് വരുന്നു. ഓപ്പോസിറ്റ് സൈഡ് വന്ന് അവിടെ ഒരു ചെയിൻ എടുത്തു. ഇതുപോലെ അവിടെ തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇടുന്നു. അതിന് ശേഷം അടുത്ത റിവേഴ്സ് വരുമ്പം അടുത്ത സർദോസി ഇട്ട് കൊടുക്കണം. അടുത്ത സർദോസി ഇതുപോലെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അതിനെയും ഇങ്ങനെ സെൻറ്ററിൽ വന്ന് ലോക്ക് ചെയ്യണം. ഇതുപോലെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. ഇതുപോലെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് കൊടുത്തു നേരെ വീണ്ടും ഇതുപോലെ റിവേഴ്സ് വന്ന് നമ്മൾ ഇവിടെ ആയിട്ട് കുത്തണം. എന്നിട്ട് അവിടെ തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇടുക. അവിടെ തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് വെക്കുക. ലോക്ക് സ്റ്റിച്ച് ഇട്ട് എടുക്കുക. വീണ്ടും അതിലോട്ട് ഒരു സർദോസി ഇട്ട് കൊടുക്കുക. ഇതുപോലെ സർദോസി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്രണ്ടിലോട്ട് വരിക. ഇതുപോലെ ഫ്രണ്ടിൽ വന്ന് കുത്തിയിട്ട് ലോക്ക് സ്റ്റിച്ച് എടുക്കുക. വീണ്ടും അവിടെ നമ്മളൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇതുപോലെ ഫ്രണ്ടിൽ വന്ന് കുത്തി കുത്തിയിട്ട് ലോക്ക് സ്റ്റിച്ച് എടുക്കുക. വീണ്ടും അവിടെ നമ്മളൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നു. ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് വീണ്ടും റിവേഴ്സ് പോവുക. റിവേഴ്സ് വന്നു. എന്നിട്ട് അവിടെ വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് നേരെ തിരിച്ച് ഇങ്ങോട്ട് റിവേഴ്സ് വരണം. നമ്മളൊരു സർദോസി അതിലിട്ട് കൊടുക്കണം. അതിലൊരു സർദോസി നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് സെൻറ്ററിൽ വന്ന് കുത്തണം. വീണ്ടും നമ്മളൊരു ചെയിൻ എടുക്കണം, ലോക്ക് സ്റ്റിച്ച് എടുക്കണം. ലോക്ക് സ്റ്റിച്ച് എടുത്ത് വീണ്ടും ഇതുപോലെ ബാക്കിലോട്ട് പോയ റിവേഴ്സ് ആണ്. ഇതുപോലെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ്